ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമുക്കൊരു ഇൻഫിനിറ്റി ഡിസൈൻ്റെ ടൂൾസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ടൂൾസ് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ബിഗിന്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ അല്ല ഇൻഫിനിറ്റി ഡിസൈൻ എന്നൊക്കെ. വേറെ ഒന്നും കൊണ്ടല്ല, ആദ്യമായിട്ട് ഡിജിറ്റൽ ഇല്ലുസ്ട്രേഷൻ ആ ഒരു മേഖലയിലേക്ക് കയറുന്ന ഒരാൾക്ക് കുറച്ച് ക്ലിക്ക് ആവാൻ ടൈം എടുക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറയുന്നത്. ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ തന്നെ സിമ്പിളായിട്ട് വരയ്ക്കാനുള്ള ടൂൾസൊക്കെ ഉണ്ട്. പെൻ ടൂൾ, ലേസി ടൂൾസ് പോലെ ഉള്ളൊരു ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അഡോബ് പ്രോ ഒക്കെ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഈസി ഇൻ്റർഫേസ് ആണ്, പെട്ടെന്ന് മനസ്സിലാവും. 4 ബ്രഷസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിലും കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കാനുള്ള കണ്ടൻറ്റൊക്കെ ഇൻഫിനിറ്റി ഡിസൈനിലുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് കമൻസ് ആയാലും മറ്റുള്ള രീതിയിലായാലും ഒക്കെ വരച്ചിട്ടായാലും ഒരുപാട് പേര് അയക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പോൾ അവരുടെ കമൻസും പ്രോത്സാഹനമൊക്കെ കാണുമ്പോൾ ഇനി വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു പുഷ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെയൊക്കെ പറയുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബേസിലാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഓട്ടോഡെസ്കിൻ്റെ ട്യൂട്ടോറിയൽസ് ചെയ്തു, നമ്മൾ ടൂൾസ് പറഞ്ഞു തുടങ്ങി, പിന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തു, പോർട്രേറ്റ്, കാരിക്കേച്ചർ, അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് വീഡിയോസ് ചെയ്തിരുന്നത്. അതായത് ഒരു ബിഗിനറാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ആൾക്ക് അതിൻ്റെ ടൂൾസ് മുതൽ ബാക്കിയുള്ള കാര്യം വരെ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ആയാലും ഈ ടൂൾസിൻ്റെ ട്യൂട്ടോറിയൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ തുടർന്നുള്ള ബാക്കിയുള്ള ട്യൂട്ടോറിയൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് ഇല്ലുസ്ട്രേഷൻസിൽ സ്മഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതെയെന്ന്. ഇല്ലുസ്ട്രേഷനും അതുപോലെ തന്നെ ഡിജിറ്റൽ പെയിൻറ്റിങ്ങും രണ്ടും ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. മീൻസ് വെക്റ്റർ ആർട്ട് ആൻഡ് പിക്സൽ ആർട്ട്. ഇപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ, അഡോബ് പ്രോ ഈ 2 ആപ്ലിക്കേഷൻസും വെക്റ്റർ ആർട്ട് ചെയ്യുന്നതും ഓട്ടോഡെസ്ക്, ഐബിസ് പെയിൻറ്റെക്സ്, പ്രോക്രിയേറ്റ് എന്നീ ആപ്ലിക്കേഷൻസൊക്കെ പിക്സൽ ആർട്ട് ചെയ്യുന്നതാണ്. അതായത് വെക്റ്റർ ക്യാൻവാസിൽ വെക്റ്റർ ബ്രഷസ് കൊണ്ട് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന ആപ്ലിക്കേഷൻസാണ് ഇൻഫിനിറ്റി ഡിസൈൻ അതുപോലെ തന്നെ അഡോബ് പ്രോ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂം ചെയ്താൽ മനസ്സിലാവും, അതിൻ്റെ ബ്രഷസൊക്കെ ഭയങ്കര ബ്രഷസിൻ്റെ സ്ട്രോക്കൊക്കെ ഭയങ്കര സ്മൂത്തായിരിക്കും, നല്ല ആക്യുറേറ്റ് ആയിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുന്ന ഓട്ടോഡെസ്ക് അതുപോലെ തന്നെ ഐബിസ് പെയിൻറ്റെക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ പിക്സൽ ക്യാൻവാസിൽ പിക്സൽ ബ്രഷസ് യൂസ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുന്നത്. സൂം ചെയ്താൽ പിക്സൽ വൈസ് ഇങ്ങനെ കള്ളിയായിട്ട് ഇങ്ങനെ പൊട്ടി പോരുന്ന ഒരു ഫീൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഇൻഫിനിറ്റി ഡിസൈനിൽ ഫസ്റ്റ് തന്നെ തുറക്കുമ്പോൾ താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നോ സേവ്ഡ് ഐറ്റംസ് എന്ന് പറഞ്ഞ് കാണാം. അതായത് ആദ്യമായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ, മുമ്പ് വർക്കൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ഒരു നോ സേവ്ഡ് ഐറ്റംസ് കാണാം. അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സേവ് ചെയ്ത ഫയൽസ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് തന്നെ ഒരു ഇൻ്റർഫേസ് ആപ്പ് തുറക്കുമ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറഞ്ഞൊരു ലോഗോയും ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ന്യൂ പിന്നെ ഒരു ഇമേജ് എന്നുള്ള 2 ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇമേജ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റെഫറൻസ് ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇൻ്റർഫേസിലേക്ക് കയറാൻ പറ്റും. ന്യൂ എടുത്താൽ പ്രൊജക്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു നെയിം കൊടുക്കാം, ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫിനിറ്റി ഡിസൈൻ ബേസിക് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തു. പിന്നെ അതിൽ വിഡ്ത്തും ഹൈറ്റും ചോദിക്കുന്നുണ്ട്, ക്യാൻവാസ്. അതായത് നിങ്ങൾ വരയ്ക്കുന്ന നിങ്ങൾക്ക് എത്ര സൈസ് വേണം, ഇപ്പോൾ നിങ്ങൾക്ക് A3 സൈസ് വേണമെങ്കിൽ A3 സൈസിൻ്റെ പിക്സൽ സൈസ് എടുക്കുക. അപ്പോൾ പിക്സൽ സൈസ് എടുക്കാറില്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് അടിക്കുക A3 സൈസ് ഇൻ പിക്സൽ എന്നടിച്ചാൽ പിക്സൽ സൈസ് വരും. ഇപ്പോൾ ഞാൻ 1080 കൊടുത്തിരിക്കുന്നത്, അതായത് ഇൻസ്റ്റഗ്രാമിൻ്റെ പിക്സൽ സൈസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റിൻ്റെ ഒരു പിക്സൽ സൈസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്യാൻവാസിന്. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വന്നിട്ടുള്ളത്. ഈ അറ്റത്ത് കാണുന്ന ഐക്കണാണ് ഫുൾ സ്ക്രീൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കണ്ടോ, ഫുൾ സ്ക്രീനിലേക്ക് പോകും. അതാണ് ഫുൾ സ്ക്രീൻ്റെ ഓപ്ഷൻ. പിന്നെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട് തൊട്ടിപ്പുറത്തായിട്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും, ഷേപ്പ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ ഔട്ട്ലൈനും. ഷേപ്പ് ഡിറ്റക്ഷൻ ഓൺ ആയിരിക്കും, അത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വരയ്ക്കുന്ന ഔട്ട്ലൈൻസിനൊരു ഔട്ടർ ലൈൻ പോലെ ഇങ്ങനെ നീല കളറിൽ ഡിസ്പ്ലേ കാണിക്കും.
ജസ്റ്റ് ഔട്ട്ലൈൻ്റെ നമ്മൾ വരയ്ക്കുന്ന സ്ട്രോക്കിന് ഒരു ഔട്ട്ലൈൻ സെപ്പറേറ്റ് ഒരു ഡിസ്പ്ലേ കാണിക്കും. പിന്നെ ടൂൾസ് ലൈബ്രറി, അവിടെ ടൂൾസ്, ഷേപ്സ്, പെയിൻറ്റ്, സിമട്രി, അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അതിലാണ് പല ടൂൾസും ഇരിക്കുന്നത്. ഇതാണ് ലെയർ പാനൽ എന്ന് പറയും. ഇതിലാണ് ലെയർ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലെയേഴ്സ് എടുക്കാനും ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാനും പറ്റുക. പിന്നെ 3 ഡോട്ട്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഒപ്പാസിറ്റി, ഹൈഡ്, ഡ്യൂപ്ലിക്കേറ്റ്, ക്ലിയർ, ഡിലീറ്റ്, ഇത്ര ഓപ്ഷൻസ് കാണാം. ഓക്കെ, ഇനി ഇതാണ് ബ്രഷ് പാനൽ അല്ലെങ്കിൽ ബ്രഷ് ലൈബ്രറി എന്ന് പറയാം. ക്ലിക്ക് ചെയ്താൽ ഇങ്ക്, ഡാഷ്, ആർട്ടിസ്റ്റിക്, സ്കെച്ച്, ടെക്നോ എന്ന് പറഞ്ഞ 5 കാറ്റഗറി കാണാം ബ്രഷസ് ക്ലിക്ക് ചെയ്യുമ്പോൾ. അതുകൂടാതെ ജസ്റ്റ് ആ ഒരു ബ്രഷ് 3 മേലെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ ന്യൂ, ഓപ്പൺ, സേവ്, ഇമ്പോർട്ട്, ഷെയർ, എക്സ്പോർട്ട്. ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ ക്യാൻവാസ് എടുക്കാനാണ്, ഓപ്പൺ ചെയ്യാൻ പിക്ക് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടിലൂടെ പിക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ സേവ് ചെയ്യുന്ന ഡിവൈസിൽ സേവ് ചെയ്യുന്ന ഓപ്ഷൻ അല്ല, ഈ ഒരു ആപ്പിൽ സേവ് ചെയ്യുന്ന ഓപ്ഷനാണ്. എക്സ്പോർട്ട് കൊടുത്താൽ മാത്രമേ നമ്മളെ ഗാലറിയിലേക്ക് നമ്മൾ ചെയ്ത വർക്ക് സേവ് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷസ് ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും താഴെ ഇങ്ക്, ഡാഷ്, ആർട്ടിസ്റ്റിക്, സ്കെച്ച്, ടെക്നോ 4 കാറ്റഗറീസ് ഉണ്ട്. അതിൽ തന്നെ ബോൾ പെൻ, ഇങ്കിൽ ബോൾ പെൻ എന്ന് പറഞ്ഞൊരു പെന്നുണ്ട്. അതുപോലെ തന്നെ ലെസ്സോ, ഫാറ്റ് മാർക്കർ, റൈറ്റിംഗ്, കാലിഗ്രഫി, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് പെന്നുകളുണ്ട്. ഒക്കെ വെക്റ്റർ ബ്രഷസ് ആണ്. ഈ ബ്രഷസിൻ്റെ പേരാണ് വെക്റ്റർ ബ്രഷസ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാൻവാസിനെ പറയുന്നതാണ് വെക്റ്റർ ക്യാൻവാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു വെക്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാർപ്പായിരിക്കും, സ്ട്രോക്കൊക്കെ നല്ല ഷാർപ്പായിരിക്കും, എത്ര വേണമെങ്കിലും സൂം ചെയ്യാം, ക്വാളിറ്റി പോവില്ല. അതായത് പിക്സലൈസ്ഡ് അല്ല, നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് റീസൈസ് ചെയ്യാം. പിന്നെ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി ബ്രഷസാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഡോട്ടുള്ള ബേഡഡ് പെന്ന്, അതുപോലെ സീം, അങ്ങനെയുള്ള ഓപ്ഷൻസ്. ആർട്ടിസ്റ്റിക് ബ്രഷസ് ഉണ്ട്, ഒരുപാട് ബ്രഷസ് ഉണ്ട്. പിന്നെ സ്കെച്ച് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് ബ്രഷസ്. അതുപോലെ തന്നെ ടെക്നോ എന്ന് പറഞ്ഞ സ്കെച്ച് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ബ്രഷസ്, ടെക്നോ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്, അതിലും കുറച്ച് ബ്രഷസ് ഉണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ഷൻ എന്നുള്ളൊരു ബട്ടൺ വരും. നമുക്ക് വരച്ച കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാനും ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നീക്കി വെക്കാൻ, അതുപോലെ തന്നെ റീസൈസ് ചെയ്യാം, വലുതും ചെറുതും ആക്കാം നമ്മൾ വരച്ച കാര്യങ്ങൾ. ഓക്കെ, സെലക്ഷൻ നമ്മുടെ ടൂൾസ് ലൈബ്രറിയിൽ കൂടെയും സെലക്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ തൊട്ടിപ്പുറത്ത് ഒരു ഇറേസർ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്ട്രോക്ക്, അതായത് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ സ്ട്രോക്കിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ലൈൻ, നമ്മൾ വരയ്ക്കുന്ന വര, അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരു തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഓപ്ഷനും ഉള്ളത് കളർ സെലക്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ വരയ്ക്കുന്ന ലൈൻസിൻ്റെ കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. കളർ പാനൽ, കളർ വീലാണ് ആ കാണുന്നത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ കളറിൻ്റെ തിക്നെസ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി, നമ്മൾ വരയ്ക്കുന്ന ലൈൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ. അതാണ് താഴെ കാണുന്ന ആ ഒരു ടൂൾ ബോക്സിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കുന്നത് പറഞ്ഞു, ജസ്റ്റ് ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കണ്ടോ, അതിൻ്റെ ഓപ്ഷൻ പറഞ്ഞു. താഴെ കാണുന്ന ഒരു കാറ്റഗറി ഓഫ് ടൂൾസിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞു. അതായത് പെന്ന്, ഇറേസർ, ഒപ്പാസിറ്റി കൂട്ടുന്നതും കുറയ്ക്കുന്നതും, കളറ്, അതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ സൈസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും പറഞ്ഞു. ഇനി ടൂൾസ് പാനൽ ഫസ്റ്റ് ഉള്ളത് മൂവ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ എടുത്തിട്ട് വരയ്ക്കുകയാണ്. സർക്കിൾ എടുത്ത് വരച്ചു. ഇനി ആ മൂവ് ടൂൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. മൂവ് ടൂൾ സെലക്ട് ചെയ്തു. നമ്മൾ ആ വരച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ അത് സെലക്ട് ആവും. തൊട്ടിപ്പുറത്ത് താഴെയായിട്ട് സെലക്ട് ഓൾ എന്നുണ്ട്. സെലക്ട് ഓൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ആ പാനലുള്ള അല്ലെങ്കിൽ ആ ക്യാൻവാസിലുള്ള എല്ലാം സെലക്ട് ചെയ്യാനും ഫ്ലിപ്പ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസാണ് കാണുന്നത്. റൊട്ടേറ്റ് ചെയ്യാം, നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം, സെലക്ട് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ആ പാനലുണ്ട്. കണ്ടോ, ഒരു ഐറ്റം മാത്രമായിട്ട് ടാപ്പ് ചെയ്താൽ അങ്ങനെ മൂവ് ചെയ്യും. ആ ഐറ്റം മാത്രം മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. സെലക്ട് ഓൾ എന്ന് കൊടുത്താൽ താഴെ അത് മൊത്തം സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ജസ്റ്റ് ടൂൾ ലൈബ്രറി എടുക്കുക. നമുക്ക്
അതിൽ എഡിറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കാം. അതിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ വരച്ച ആ ഒരു ഇതിലേക്ക് സെലക്ട് ചെയ്താൽ അതിൻ്റെ ആങ്കർ പോയിൻറ്റ്സ് കാണാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനും അതുപോലെ തന്നെ ആങ്കേഴ്സിൻ്റെ സൈസ് ആങ്കേഴ്സ് പിടിച്ച് ഡ്രാഗ് ചെയ്ത് സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷനാണ് അതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്രഷസിൻ്റെ സ്ട്രോക്ക് മാറ്റാൻ പറ്റും, ബ്രഷസ് മാറ്റാൻ പറ്റും അതിൽ യൂസ് ചെയ്തിട്ട്. അതുപോലെ കളർ മാറ്റാം, കളർ ചേഞ്ച് ചെയ്യാം. നമ്മൾ വരച്ച ഔട്ട്ലൈൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വരച്ച കണ്ടൻറ്റിൻ്റെയും കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടിക്കും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്. അതുകൊണ്ട് നല്ലൊരു ഗൈഡ് ലൈനുള്ളൊരു ട്യൂട്ടോറിയൽ ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആ സൈസ് ബ്രഷസിൻ്റെ നമ്മൾ വരച്ച സ്ട്രോക്കിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ ആ ട്രാൻസ്പെറൻസി കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ ഓരോ ടൂൾസിനും തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം വീഡിയോ, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ എന്താ പറയുക, ഓരോ ഫീച്ചേഴ്സിനും പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ പ്രത്യേകതകളൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് തന്നെ അടിപൊളിയായിട്ട് പിക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ ടൈം എടുത്ത് വരയ്ക്കുന്ന അനുസരിച്ചിരിക്കും. എല്ലാം മനസ്സിലാക്കി ടൈം എടുത്ത് ക്ഷമയോടെ വരയ്ക്കുക. പിന്നെ അതിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എക്സ്പാൻഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ കണ്ടോ ആങ്കർ പോയിൻറ്റ്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഷേപ്സ് മാറ്റാം, ബെൻഡ് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ആ എക്സ്പാൻഡിൽ തന്നെ പല ടൈപ്പ് ഓഫ് ആങ്കർ പോയിൻറ്റ്സും നമുക്ക് എഡിറ്റ് ചെയ്യാനും ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. കണ്ടോ ഡിസോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് 4 ഷേപ്പ് 4 ഭാഗത്തുനിന്നും നമുക്ക് അതിനെ ഡിസോർട്ട് ചെയ്യാം, ഷേപ്സ് മാറ്റാം, ബെൻഡ് ചെയ്യാം. സെയിം എന്താ പറയുക ഉപയോഗം തന്നെ, പക്ഷേ പല ഫീച്ചറാണ്. പിന്നെ സ്മൂത്തിൽ ആ ആങ്കർ പോയിൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്മൂത്ത് ചെയ്യാം. അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പിക്ചർ വരയ്ക്കുന്ന ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഈ ഷേപ്പ് ശരിയാവില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ആങ്കർ പോയിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഷേപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇറേസ് റീഡ്രോ ചെയ്യേണ്ട ആവശ്യം വരില്ല. ആങ്കർ പോയിൻറ്റ്സ് എടുക്കുക, ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഷേപ്സൊക്കെ കറക്റ്റാക്കി എടുക്കുക. അങ്ങനെയുള്ള യൂസൊക്കെയാണ് വരുന്നത് മെയിനായിട്ട്. ഓപ്ഷനാണ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സെലക്ഷൻ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ട്രാൻസ്ഫോം ചെയ്യാം. വരച്ച ഒരു കണ്ടൻറ്റ് ഏത് കണ്ടൻറ്റാണോ അതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനും അതുപോലെ തന്നെ കോപ്പി ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്യാം. അതൊരു ആ ടൂൾസിൻ്റെ ലൈബ്രറീൻ്റെ ഫസ്റ്റ് കാറ്റഗറിയിലുള്ളൊരു ടൂളാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ളൊരു ഭാഗമാണ് സെലക്ട് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ അഡോബ് ഡ്രോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അഡോബ് ഡ്രോയിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വളരെ കുറവാണ്. എന്താ പറയുക ഓരോ ടൂളിനും പ്രത്യേക ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇൻഫിനിറ്റിയിലാണ്. പക്ഷെ ഒരു ബിഗിനേഴ്സ് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. ബിഗിനേഴ്സിന് പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ടൈമിൽ അത് സ്പെൻഡ് ചെയ്യണം. പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഇൻ്റർഫേസ് അല്ല. പക്ഷേ ഇൻഫിനിറ്റി ഡിസൈനിൽ വരയ്ക്കാൻ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണലിനെ പോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നല്ല ഭംഗിക്ക് തന്നെ വരച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫിനിറ്റി ഡിസൈൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെലക്ഷൻ ടൂളിൻ്റെ ഉപയോഗം അതാണ്. സെലക്ട് ചെയ്യാനും നീക്കി വയ്ക്കാനും റീസൈസ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇനി അടുത്ത ടൂൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത ടൂള് ടെക്സ്റ്റ് ടൂളാണ്. നമുക്ക് ടൂൾ ലൈബ്രറി എടുത്താൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഇൻഫിനിറ്റി ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഇൻഫിനിറ്റി ടൂൾസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ ഇപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷനിലൊക്കെ ടെക്സ്റ്റ് കൊടുത്ത് ടെക്സ്റ്റ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഫോണ്ട് മാറ്റാം, ഫോണ്ട് കളറ്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ നമ്മുടെ സ്ട്രോക്കിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈല് ഒക്കെ ചെയ്യാൻ പറ്റും. ഇൻഫിനിറ്റി ടൂൾസ് കണ്ടോ, ഇത് നമുക്ക്
ജസ്റ്റ് എന്താ പറയുക പല ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പല ഷേപ്പിലും. അതുപോലെ ഇപ്പോൾ സർക്കിളായിട്ട് ബെൻഡ് ചെയ്ത് വയ്ക്കാം. നമുക്ക് കണ്ടോ ഓരോ സെലക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 4 സെലക്ഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവരിതിൽ, ഈ ഒരു ആപ്ലിക്കേഷനിൽ. പിന്നെ അതുപോലെ കളർ മാറ്റാം. കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത കളർ മാറ്റാം. സൈസ് നമുക്ക് ആ തിരഞ്ഞെടുത്ത ആ ഫോണ്ട് ആ ടൈപ്പ് ചെയ്തതിൻ്റെ സൈസ് ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കണ്ടോ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ട്രാൻസ്പെറൻസി. പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, സെൻറ്ററിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അലൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷൻ, അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണ്ടൊന്ന് മാറ്റി നോക്കാം ഇതിൻ്റെ. ഓക്കെ, നമുക്കൊന്ന് ഒരു നല്ലൊരു ഫോണ്ട്, ഒരു കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളൊരു ഫോണ്ട്, ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഫോണ്ട് കളർ യൂസ് ചെയ്ത് നോക്കാം. തന്നെ ഉണ്ട് ഏകദേശം കുറച്ച് ഫോൺസ് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, ഫോണ്ടുകൾ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫോണ്ട് വരുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫോൺസ് വരും. ഫോണ്ട് നമുക്കൊരു കുറച്ചുകൂടി കട്ടിയുള്ളൊരു ഫോണ്ട്, ഈ ഒരു ഫോണ്ട് ഏകദേശം കുഴപ്പമില്ല, അല്ലേ വേണ്ട കുറച്ചും കൂടി തിക്നെസ് ഉള്ളൊരു ഫോണ്ട്, ഇത് കുഴപ്പമില്ല, ഈ ഒരു ഫോണ്ട് കുഴപ്പമില്ല, ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് കളർ മാറ്റാം, ഒപ്പാസിറ്റി കുറയ്ക്കാം, ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റാം, അലൈൻ ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ടൂളിലുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു ബേസിക് ടൂള് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബോറിംഗ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെടുത്ത് അടിപൊളിയായിട്ട് വരയ്ക്കാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടൂളാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ കിട്ടും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ അതും ഒന്നും കൂടി ടാപ്പ് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ടൂള്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ടെക്സ്റ്റ് മാത്രമല്ല, നിങ്ങൾ വരച്ച എന്ത് ഫയലായാലും എന്തായാലും നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക, അതുമ്പോൾ പിടിച്ചിട്ട്. കണ്ടോ, നമ്മളിപ്പോൾ ഒരൊറ്റ ലെയറിലായിട്ട് ഇതൊക്കെ ചെയ്തത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വീണ്ടും ക്ലിയർ ചെയ്തിട്ട് ആ ലെയറിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലെയർ ഹൈഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ ലെയറിൻ്റെ ഒരു മേലൊരു ചിഹ്നം കണ്ടില്ല, അത് ചെയ്താൽ മതി. പിന്നെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് നെക്സ്റ്റ് ഉള്ളത്. ഈ ഓഫ്സെറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്ന നോക്കാം. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ജസ്റ്റ് നമുക്കൊരു റെക്റ്റാങ്കിൾ എടുക്കാം, റെക്റ്റാങ്കിൾ എടുത്തിട്ടൊന്ന് വരയ്ക്കാം. എന്നിട്ട് ആ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. റെക്റ്റാങ്കിൾ എടുത്തു, നമുക്ക് ലെസ്സോ എന്ന് പറഞ്ഞ ടൂൾ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ കൂടി വരയ്ക്കാം. റെക്റ്റാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫില്ലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഫിൽ ബക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, കളർ ഫിൽ, അതുകൊണ്ടാണ് ഞാൻ റെക്റ്റാങ്കിൾ എടുത്ത് വരയ്ക്കുന്നത്. ഓക്കെ, റെക്റ്റാങ്കിൾ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഇത് യൂസ് ചെയ്യാമെന്ന്. ജസ്റ്റ് ഉള്ളിൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ വരച്ചതിൻ്റെ ഉള്ളിൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ആ ഉള്ളിൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കളർ വരും. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് വിടുക. കണ്ടോ, റെഡ് എടുത്തിട്ട് ഞാൻ ഉള്ളിൽ ഡ്രാഗ് ചെയ്തപ്പോൾ അതിൻ്റെ ഓഫ്സെറ്റ്, അതായത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കളർ വന്നു. ഇനിയിപ്പോൾ അത് പിടിച്ച് പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രാഗ് ചെയ്യുന്ന അത്ര ഔട്ടർ ആ കളർ വരും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം. കണ്ടോ, ഇനി നെക്സ്റ്റ് ടൂളാണ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ ടൂൾ. ഈ ടൂൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ വരും, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഭാഗം വരച്ചു, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്, ജസ്റ്റ് ഒരു നമുക്ക് ഈ സർക്കിൾ വേണ്ട, നമുക്ക് ജസ്റ്റ് ലൈനായിട്ട് ഔട്ട്ലൈൻ മാത്രമായിട്ട് വരച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ബോൾ പെന്ന് യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് ആ സർക്കിൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ
ബോൾ പെൻ യൂസ് ചെയ്തിട്ടൊരു സർക്കിൾ വരയ്ക്കുകയാണ് ഞാൻ. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു. പിന്നെ അതിൽ കൂടെ തന്നെ വേറൊരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സെഗ്മെൻറ്റ് ടൂൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇനി ഒരു സർക്കിൾ 3 സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇനി ആ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എനിക്ക് മതി, ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ ആ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഏത് ലൈനാണ് കളയേണ്ടത് ആ ലൈനിൽ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നോക്കാം, കണ്ടോ, ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ആ ലൈനിൽ ഒന്ന് ഡ്രാഗ് ചെയ്താൽ ആ ലൈൻ പോവും. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ടൂളിൻ്റെ നമ്മൾ വരച്ച ലൈന് ഡിലീറ്റ് ചെയ്യണം. ആ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞ ടൂൾ എടുക്കുക, ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, ഡിലീറ്റ് ആവും. പിന്നെ നമുക്കുള്ളത് റിമൂവ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അപ്പോൾ ടൂൾസ്, ഫസ്റ്റത്തെ ടൂൾസ് എന്ന് പറഞ്ഞ കാറ്റഗറി ബ്രഷ് ലൈബ്രറിയിൽ, ടൂൾസ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഷേപ്പ് ഉണ്ട്, സൈമെട്രി ഉണ്ട്, അതുപോലെ പെർസ്പെക്റ്റീവ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെ വരും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റിമൂവ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പേരിൽ തന്നെ ഉണ്ട് റിമൂവ് ചെയ്യുക, അതായത് അവിടെ നിന്ന് എടുത്ത് കളയുക. നമ്മൾ വരച്ചൊരു ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് തന്നെ അതിൻ്റെ പരിപാടി. അപ്പോൾ റിമൂവ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഏതാ ഡിലീറ്റ് ചെയ്യേണ്ടത് ആകുമ്പോൾ പിടിച്ച് ഒരു വര വരയ്ക്കുക. സംഭവം ഡിലീറ്റ് ആയി പോവും. അതാണ് ആ ടൂളിൻ്റെ പ്രത്യേകത. ഡിലീറ്റ് ചെയ്ത് കളയുക, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി ടൂൾ ബോക്സിൽ നെക്സ്റ്റ് കാറ്റഗറി നോക്കാം നമുക്ക്. ഇപ്പോൾ ടൂൾസ് എന്ന് പറഞ്ഞ കാറ്റഗറി നോക്കി. ഇനി ഷേപ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അതിൽ ലൈന്, സർക്കിൾ, റെക്റ്റാങ്കിൾ, പെന്ന്, ആർക്ക്, ലേസി ടൂൾ, ഇത്ര ടൂൾസാണുള്ളത്. അപ്പോൾ ലൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ജസ്റ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ പല ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ബ്രഷസിനൊക്കെ പല ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ലൈൻ വരയ്ക്കാനാണ് ആ ലൈൻ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഡാഷ് ബ്രഷസ് ഉണ്ട്, അതുകൊണ്ട് വരച്ചാൽ അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ ഫീച്ചർ എങ്ങനെയാണോ അതുപോലത്തെ ലൈൻ വരും. അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത സർക്കിൾ വരയ്ക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രഷ് അനുസരിച്ച് ആ സർക്കിളിൻ്റെ രൂപം വരും. കണ്ടോ, അത്രേ ഉള്ളൂ. സർക്കിൾ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആ ഒരു ബ്രഷ്. നെക്സ്റ്റ് ടൂൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇനി ഇമ്പോർട്ടൻറ്റ് ടൂൾസ് വരാൻ എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടൂളാണ് റെക്റ്റാങ്കിൾ. നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ. അത് നമ്മൾ ബ്രഷ് എങ്ങനെയാണ്, ബ്രഷിൻ്റെ ഫീച്ചർ എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് റെക്റ്റാങ്കിളും വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 റെക്റ്റാങ്കിൾ ജസ്റ്റ് പല ടൈപ്പ് ഓഫ് ബ്രഷസ്. പിന്നെ നെക്സ്റ്റ് പെൻ ടൂളിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ട്രേസ് ചെയ്യാനാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രഷ് അനുസരിച്ചാണ് ട്രേസ് ചെയ്യുന്നത്. ട്രേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബോൾ പെൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പിക്ചറൊക്കെ വെച്ചിട്ട് അതിനെ ട്രേസ് ചെയ്തെടുക്കാം. നിങ്ങൾ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ, അഡോബ് ഇല്ലുസ്ട്രേറ്റർ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, PC-യിൽ ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും പെൻ ടൂളിൻ്റെ യൂസ്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ഓപ്ഷൻസൊക്കെ കാണാം. അതിൽ ഗാലറി എടുക്കാം. ഗാലറി എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ആ പെൻ ടൂൾ വെച്ച് ജസ്റ്റ് ട്രേസ് ചെയ്യാം. ഞാൻ ആക്യുറേറ്റ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എങ്ങനെയാണ് സംഭവം. ട്രേസ് ഒന്ന് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് ഞാൻ കൂട്ടിയിടാണ്. എന്നിട്ട് ആ പെൻ ടൂൾ യൂസ് ചെയ്യുക. പെൻ ടൂൾ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഈ ട്രേസ് ചെയ്യണതിൻ്റെ സ്ട്രോക്ക് കുറയ്ക്കണമെങ്കിൽ സ്ട്രോക്ക് എടുത്തിട്ട് കുറയ്ക്കാൻ പറ്റും. കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കളർ പാനൽ എടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ട്രോക്ക് ഒപ്പാസിറ്റി കുറയ്ക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. സ്ട്രോക്ക് കുറയ്ക്കാം, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഏതൊരു ടൂൾ എടുത്താലും അതിൻ്റെ പ്രോപ്പർട്ടീസിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ട്രേസ് ചെയ്ത് പോകാം. നമുക്ക് ഇങ്ങനെ ട്രേസ് ചെയ്യാൻ ആണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ ട്രേസ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ലെസ്സോ ടൂളോ എന്തെങ്കിലും ടൂൾ എടുത്തിട്ട് വരയ്ക്കുന്നതാണ്, ബ്രഷസ് എടുത്തിട്ടൊക്കെ വരയ്ക്കുന്നതാണ് ബെറ്റർ. ജസ്റ്റ് ട്രേസ് ചെയ്തെടുക്കുക, ഇത്രേ ഉള്ളൂ.
ഈ ടൂളിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. നമുക്ക് ജസ്റ്റ് ഒന്ന് പിക്ക് ആയിട്ട് ഇത് കണ്ട ജസ്റ്റ് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെറുതെ കാണിച്ചതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ടൂൾ ആർക്ക്, അതായത് ജസ്റ്റ് ആർക്ക് വരയ്ക്കാനൊക്കെ സിമ്പിളായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ലൈൻ ഇട്ടിട്ട്, ഇപ്പോൾ ഞാൻ ബോൾ പെൻ എടുത്തുകൊണ്ടാണ് ലൈനായിട്ട് വരുന്നത്. ബ്രഷ് വേറെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഏത് ബ്രഷാണോ അതിൻ്റെ ഫീച്ചറേ വരുള്ളൂ നമ്മൾ വരയ്ക്കുമ്പോൾ. അപ്പോൾ ആർക്ക് നല്ല ക്ലിയറായിട്ട് സ്മൂത്തായിട്ട് വരയ്ക്കാൻ യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു ടൂളാണ്. അപ്പോൾ നെക്സ്റ്റ് ടൂള് നമുക്ക് നോക്കാം എന്താണെന്ന്. കണ്ടോ, നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് വരച്ചപ്പോൾ കണ്ടോ അതിൻ്റെ ഔട്ട്ലൈനൊന്നും സ്മൂത്തല്ല. അപ്പോൾ ഇതിന് വേണ്ടിയാണ് നമ്മൾ ലേസി ടൂൾ യൂസ് ചെയ്യുന്നത്. അതിൽ ലേസി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഔട്ടർ കുറച്ചും കൂടി സ്മൂത്താവും. നമുക്ക് സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, നമ്മൾ രണ്ടെണ്ണവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഒന്ന് നമ്മൾ നോർമലായിട്ട് വരച്ചത്, ഒന്ന് ലേസി ടൂൾ യൂസ് ചെയ്തിട്ട് വരച്ചത്. അതിൻ്റെ ഔട്ടർ സ്മൂത്താണ്, ഒന്നിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് പോലത്തെ ഉള്ള ഔട്ട്ലൈനാണ്. അതാണ് അതിൻ്റെ മെയിൻ യൂസ്. ഓക്കെ, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ട്, അപ്പോൾ ഒരുപാട് ടൂൾസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഫില്ലാണ്. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഗ്രേഡിയൻ്റ് കാര്യങ്ങളൊക്കെ പറയും. ഗ്രേഡിയൻ്റാണ് മെയിൻ ആയിട്ടുള്ള ടൂള്, ഗ്രേഡിയൻറ്റ് ചെയ്യണമൊക്കെ, ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഈ ഫില്ല് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതിൽ ഫില്ല് ബക്കറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാത്തിലും, ആ ബക്കറ്റിൻ്റെ ചിഹ്നം ഫില്ല് ചെയ്യാനാണ് കളർ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഫില്ല് ചെയ്തു. വേറെ യൂസൊന്നുമില്ല അതിന്, കളർ ഫില്ല് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൂൾസ് കാണാം.